ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ മഹാലക്ഷ്മി മൂന്നാറിൽ പോയി അടിച്ചു പൊളിച്ചതെല്ലാം കരുണയെ വല്ലാതെ തന്നെ ചൊടിപ്പിക്കുന്നുണ്ട്. എന്തായാലും മഹാലക്ഷ്മിയുടെ അടിമയായിട്ട് ജീവിക്കാനായി ഇനി കമലേശ്വരത്തേക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം തന്നെ എടുക്കുന്നുണ്ട് കരുണ. ശേഷം കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേഖയും മൂന്നാറിൽ നിന്നും തിരികെ എത്തുന്നു. പുറകെ മേഘനും വരുന്നുണ്ട്. മേഘൻ നേരെ പ്രതാപനെ കാണാനായിട്ടാണ് കേട്ടോ ചെല്ലുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്കിളെ, ഞാൻ മാർക്കോയെ പേടിച്ച് ഒളിച്ച് താമസിക്കാൻ പോയത് മൂന്നാറിലുള്ള ഒരു ഒഴിഞ്ഞു കോണിലുള്ള ഒരു ഹോട്ടലിലേക്കാണ്. ഇതുവരെ കിട്ടിയ തിരിച്ചടികളൊക്കെ മറക്കാനും കുറച്ച് മനസമാധാനത്തിനും വേണ്ടി ഞാനൊന്ന് മിനിങ്ങി. അവിടെ വെച്ച് കണ്ണനെയും മഹാലക്ഷ്മിയും അനന്തയിലേക്കും കണ്ടോ എന്നൊരു സംശയം എന്ന് പറയുമ്പോൾ അതിന് സാധ്യതയുണ്ട് മേഘ. അവരൊരുമിച്ചാണല്ലോ മൂന്നാർക്ക് പോയത് എന്ന് പ്രതാപം പറയുമ്പോൾ, അതല്ല അങ്കിളെ, ഞാൻ കാണുമ്പോൾ കണ്ണൻ വീൽ ചെയറിലായിരുന്നില്ല, അവൻ മഹാലക്ഷ്മിയുടെ കൂടെ രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് എന്ന് മേഘൻ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഞാൻ താമസിച്ചിരുന്ന അതേ ഹോട്ടലിൽ തന്നെയായിരുന്നു അവനും താമസിച്ചിരുന്നത് എന്നൊരു സംശയം തീർക്കാനായിട്ട് ഞാൻ ഹോട്ടലിലെ റൂം ബോയോടും മാനേജറോടും ഒക്കെ അവരുടെ ഫോട്ടോ കാണിച്ച് ചോദിച്ചു. അങ്ങനെ 2 പേർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. എന്തായാലും ബോധം വന്നപ്പോഴും എനിക്ക് ഒന്നും ഓർക്കാനൊന്നും കഴിയുന്നില്ല എന്നെല്ലാം മേഘം പറയുമ്പോൾ അതിന് സാധ്യതയുണ്ട് മേഘ. അവൻ ഡ്രൈവ് ചെയ്ത് പോകുന്നതൊക്കെ പലപ്പോഴും ഞാനും മോളും സ്വപ്നം കണ്ട് ഞെട്ടിയുണരുന്നുണ്ട്. നീ നല്ല പണിയാണ് മേഘ കാണിച്ചത്. അവിടെ നിന്നുകൊണ്ട് തന്നെ സത്യം നീ മനസ്സിലാക്കണമെന്നായിരുന്നു പറയുമ്പോൾ, ഇനി അവൻ നടങ്ങുന്നു തുടങ്ങിയിട്ടുണ്ടാവും അങ്കിളെ. അങ്ങനെ അത് അടിച്ചു പൊളിക്കാനായിരിക്കുമോ അവർ മൂന്നാർക്ക് പോയത് എന്നൊക്കെ മേഘൻ ചോദിക്കുന്നുണ്ട് കേട്ടോ പരിഭ്രമത്തോടുകൂടി പ്രതാപനോട്. ഒന്നും അറിയില്ല മേഘ, മോളിനി കമലേശ്വരത്തേക്ക് പോകുന്നില്ല എന്ന തീരുമാനത്തിലാണ്. മഹാലക്ഷ്മിയുടെ അടിമയായിട്ട് ജീവിക്കാൻ മോളെ കിട്ടില്ലെന്നാണ് മോള് പറയുന്നത്. അവരിൽ ആരെങ്കിലും ഒരാൾ ഇല്ലാതാവണം, എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പുണ്ടാവൂ എന്ന് മേഘനും പറയുന്നുണ്ട് കേട്ടോ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആ മാർക്കോയാണ്. ഇപ്പം തന്നെ അവനെ പേടിച്ചാണ് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ മാറി നിന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ മേഘൻ. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിയാണെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ പാസ്സായി ലൈസൻസ് എടുക്കുന്നുണ്ട് കേട്ടോ മഹി. അതുകൂടി അറിയുന്ന കരുണയ്ക്കാണെങ്കിൽ സമനില തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. അവളുടെ ജീവിതത്തിൽ എല്ലാം അവൾ നേടിക്കഴിഞ്ഞു. കമ്പനി മുതലാളി, ഇപ്പോൾ കാർ ഓടിക്കാനും അവൾ പഠിച്ചു കഴിഞ്ഞു. എനിക്കുണ്ട് ഒരു ഭർത്താവ്. ഒരു രീതിയിലും അയാൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. ഒരു വാക്കുകൊണ്ട് പോലും അയാൾ എനിക്ക് വേണ്ടി സംസാരിക്കാറില്ല എന്നെല്ലാം ഉണ്ണിയെ വീണ്ടും ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് കരുണ. എല്ലാത്തിനും അച്ഛനും മുത്തശ്ശിയും മാത്രമാണ് ഉത്തരവാദി. അയാൾക്ക് കരിക്കിൻ്റെ നിറമാണെന്ന് കണ്ടപ്പോൾ നിങ്ങൾ അതിൽ വീണുപോയി, വേറൊന്നും അന്വേഷിച്ചില്ല. അയാൾ, നിങ്ങൾ പറയുന്നത് പോലെ അയാൾ വേറൊരു ഒരു മണ്ണുണ്ണിയാണെന്നൊക്കെ ഉണ്ണിയെക്കുറിച്ച് പറയുമ്പോൾ, വണ്ടി ഓടിക്കാൻ പഠിച്ച് മോളും ലൈസൻസ് എടുക്കുക, നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടല്ലോ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, അങ്ങനെ അവളെ കണ്ട് അതുപോലെ അനുകരിക്കാനൊന്നും എന്നെ കിട്ടില്ല. അവളെയോ അയാളെയോ ഇല്ലാതാക്കാനായിട്ട് അച്ഛനോ മുത്തശ്ശിക്കോ എന്തെങ്കിലും കഴിയോ? ഇല്ലല്ലോ. പിന്നെ കൂടുതലൊന്നും പറയണ്ട. ഇനി അവളുടെയും അയാളുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് വരാൻ പോകുന്നത്. അവരുടെ മാത്രമല്ല, എൻ്റെയും ഉണ്ണിയേട്ടൻ്റെയും. അയാൾ അവൾക്ക് വേണ്ടി വില പിടിച്ച എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവളെ എന്തായാലും അവർക്ക് ജ്വല്ലറിയൊക്കെ സ്വന്തമായിട്ടുണ്ടല്ലോ, സ്വർണം കൊണ്ട് മൂടാൻ തന്നെ സാധ്യതയുണ്ട്. എനിക്കുണ്ട് ഒരു ഭർത്താവ്. ഒരു അറുപിശുക്കനായ അയാൾ ഒരു മുട്ടുസൂചിയെങ്കിലും തന്നാൽ ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് കരുണ വീണ്ടും ഉണ്ണിയെ കൊച്ചാക്കി സംസാരിച്ച് കലിതുള്ളി അവിടെ നിന്നും പോവാണ് കേട്ടോ. ശേഷം നമ്മൾ ഇനി എങ്ങനെ മോളെ സന്തോഷിപ്പിക്കും അമ്മേ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം പ്രതാപ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ കണ്ണീര് തോരില്ല. അത് കണ്ട് എൻ്റെ ഹൃദയവും നിന്നു പോകും എന്നാ തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും പരിതപിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം. അങ്ങനെ വീണ്ടും ശത്രുക്കളെ എല്ലാവരും ചേർന്ന് കണ്ണനെയും മഹാലക്ഷ്മിയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ശേഷം കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം എടുക്കുന്നു. കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട് മഹാലക്ഷ്മി ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഒരു ആഡംബര കാറ് തന്നെയാണ് കേട്ടോ വാങ്ങി കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു നല്ലൊരു വില കൂടിയ ഒരു കാറ് കമലേശ്വരം തറവാടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ദുർഗ ഇങ്ങനെ ഒന്ന് അന്തം വിടുന്നുണ്ട് കേട്ടോ. ആ കാറ് കണ്ടിട്ട് കണ്ണും മഞ്ഞളിച്ച് പോകുന്നുണ്ട് ദുർഗയുടെ. അപ്പോൾ ഇതേ സമയം തന്നെ കണ്ണൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, കണ്ണാ, നീ പുതിയ കാർ എടുത്തോ? അവളുടെ വാക്ക് കേട്ട് നീ എല്ലാം ചെയ്യുന്നുണ്ട്. അവളുടെ വാക്ക് കേട്ട് നീ ചികിത്സയ്ക്കെന്നും പറഞ്ഞു പോയിട്ട് എന്തായി? കുറേ കാശ് പൊടിച്ചു കളഞ്ഞു. അതുപോലെയാണോ ഇതും എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇതെനിക്കല്ല, എൻ്റെ ഭാര്യയ്ക്കാണ്. മഹിക്ക് വേണ്ടി ഞാൻ വാങ്ങിയ പുതിയ കാറാണ്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ വരുന്നത്, അമ്മ അത് മറന്നുപോയോ?
കമലേശ്വരം ഗ്രൂപ്പ് ഓഫ്, അയാളിപ്പോൾ പഴയതുപോലെയല്ല, കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD ആണ്. അപ്പോൾ അയാൾ ഇനി സ്വന്തം കാറ് ഡ്രൈവ് ചെയ്ത് വേണം കമ്പനിയിലേക്ക് ചെല്ലുന്നത്. അത് എനിക്കും ഒരു അന്തസ്സുള്ള കാര്യമാണെന്ന് പറയുന്നത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ ദുർഗ ചെയ്യുന്നത്. അപ്പം നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്